നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട, മഹാദേവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ തേടിയെത്തുന്ന ചില സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. എന്താണ് ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം, ഭഗവാന്റെ സാക്ഷാൽ പരമശിവന്റെ നാമം കമന്റായി രേഖപ്പെടുത്തി ഏവരും മന്ദിക്കൂ. നിങ്ങൾ വളരെയധികം പക്വതയുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പക്വത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മനോബലം, തൻ്റെ ഇടം ഇവയെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഏത് കാര്യം ജീവിതത്തിൽ സംഭവിച്ചാലും അത് എത്ര തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞ കാര്യമാണ് എങ്കിലും പതറാതെ നിങ്ങൾ പിടിച്ചു നിന്നു എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. മനോബലമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ മനോബലം നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ ശക്തരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ കണ്ടെത്തി, പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. പ്രയാസങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതെല്ലാം മനസ്സിലൊതുക്കി മുന്നോട്ട് പോകുന്നവരാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുവാൻ താല്പര്യപ്പെടാത്തവരോ സഹതാപം ഇഷ്ടപ്പെടാത്ത വ്യക്തികളോ ആണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ നഷ്ടങ്ങൾ മറ്റുള്ളവർ കൃത്യമായി അറിയേണ്ടതായിട്ടില്ല എന്ന ചിന്ത മനസ്സിൽ വച്ച് പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒതുക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുകയും ചെയ്യാം. പ്രശ്ന പരിഹാരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതേപോലെ തന്നെ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില സങ്കടകരമായ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇവിടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്നേഹം നിങ്ങൾ നൽകിയതായ പലരും നിങ്ങൾക്കൊപ്പമില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചതിയോ തിരിച്ചടികളോ കിട്ടിയത് വളരെയധികം വിഷമത്തോടെ ഓർക്കുന്നതായ സാഹചര്യമാണ് ഇപ്പോഴും നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾ പല വിധത്തിലും ആഗ്രഹിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ പലവിധ ചിന്തകളുണ്ട്, ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല വ്യക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായ സാഹചര്യമുണ്ട്. അതായത് ചില വ്യക്തികൾ നിങ്ങൾക്ക് മുൻപിൽ വളരെ വിശ്വസ്തരായി അഭിനയിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും അത് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ പിന്നീട് നിങ്ങൾ അറിഞ്ഞപ്പോൾ മാനസിക ആഘാതം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതികരിക്കണം എന്നുണ്ട്.
എന്നാൽ ഇപ്പോൾ പലപ്പോഴും അതിന് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം നീണ്ടു നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് ഈശ്വരാനുഗ്രഹത്താൽ കടന്നു വന്നിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ സമയം പല കാര്യങ്ങളിലും നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ചില ഓർമ്മകളിൽ നിന്നോ ചില കാര്യങ്ങളിൽ നിന്നോ പുറത്തേക്ക് വരാൻ സാധിക്കാത്തത് പല അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ആ വ്യക്തി നിങ്ങൾക്ക് വളരെയധികം സ്നേഹമോ അല്ലെങ്കിൽ കരുതലോ നൽകിയിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. ചില വിഷമകരമായ കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ അതെല്ലാം അതിജീവിക്കുവാനുള്ള അവസരം തന്നെയാണ് ഭഗവാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന കാര്യം ഒക്കുക. ഈ സമയം നിങ്ങളിലേക്ക് ചില പോസിറ്റീവായ കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നും തീർച്ചയായും ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകാൻ പോകുന്ന സാഹചര്യമുണ്ട്. അതിലൊന്ന് സന്തോഷം തന്നെയാണ്. സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവവേദ്യമാകാം. പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് എന്നത് വാസ്തവമാണ്. അതായത് അനുകൂലമാകുന്ന, നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന, അനുഭവിക്കുവാൻ സാധിക്കുന്ന പല പോസിറ്റീവായ കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോന്നിരുന്ന ഒരു പ്രയാസം തന്നെയാണ്. അതിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാനായി പോകുന്നത്. ധനപരമായ കാര്യങ്ങളായി നോക്കുമ്പോൾ ഈ സമയം അല്പം പ്രയാസങ്ങളുണ്ട്. അത് ധനപരമായ കാര്യങ്ങൾ, തൊഴിൽ സംബന്ധമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ധനപരമായ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം പ്രയാസങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്യുവാനുള്ള ഒരു അവസരം തരണം എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ചില അവസരങ്ങൾ കടന്നു വരികയും അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ധാരാളമായ അവസരങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ചില പ്രതികൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യപ്പെടാത്തതായ ചില കാര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. ഈ സമയം ഒരിക്കലും നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. അത് ജീവിതത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അനാവശ്യമായുള്ള സംസാരം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുക, അനാവശ്യമായ ഒരു സമയത്ത് ഒരു വാക്കുകൾ പറയുക, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി തീരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുമുള്ള സാധ്യതകൾ തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ആ പോസിറ്റീവായ ഊർജത്തിന് കടന്നു വരേണ്ട അനുഗ്രഹങ്ങൾക്ക് അതൊരു വിഘാതം സൃഷ്ടിക്കും എന്നുള്ളതാണ്. ആത്മനിയന്ത്രണം ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. പല കുഴപ്പങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇനി അത് അനുവദിക്കാൻ പാടുള്ളതല്ല.
അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടേണ്ടത് അനിവാര്യം തന്നെയാണ്. ഊർജ്ജസ്വലരായ വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിലും മടിയും അലസതയും നിങ്ങളെ ബാധിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും പൂർണ്ണമായും ഊർജ്ജസ്വലതയോടെ തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സുഖമായ ഒരു ജീവിതം അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും പലപ്പോഴും നിങ്ങൾക്കത് ലഭിക്കാറില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങളെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ പല വ്യക്തികൾ ഉണ്ടായിരുന്നിട്ട് പോലും അവരതിന് പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങൾ പരാശ്രയത്വം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയുള്ള ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പോസിറ്റീവായ ഊർജം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഒരു നൽകുന്ന സന്ദേശം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവായി തന്നെ നിങ്ങൾ ഇരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ സമയം ഭഗവാനെ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും പോസിറ്റീവായ ചില കാര്യങ്ങൾ കടന്നു വരാവുന്നതാണ്. ചില നെഗറ്റീവായ കാര്യങ്ങൾ കടന്നു വരും എങ്കിലും അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കാൻ പാടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ തീരുമാനം എടുത്തിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങളുടെ മാനസികാവസ്ഥ മനോനിലയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. ആ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വിഷമിക്കുക എന്നത് ഭഗവാന് ആഗ്രഹമുള്ള ഒരു കാര്യമല്ല. അത് ഭഗവാൻ അനുവദിക്കില്ല എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. ചില വ്യക്തികൾ മൂലം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജിയുമുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇപ്പോഴുള്ള കാര്യങ്ങൾ അത് താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ്. ഈ സമയം പോസിറ്റീവായ മാറ്റം നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ അനുകൂലമായി നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ വില പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നെഗറ്റീവായ ചിന്തകളിൽ നിന്നൊരു മോചനമോ ഊർജവർദ്ധനവോ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിലങ്ങുതടിയായി ചില കാര്യങ്ങൾ ചില വ്യക്തികളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം പല വിധത്തിലും അനുഗ്രഹങ്ങൾ കടന്നു വരികയും ചില കാര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനത്തിന് വശംവദരായി തീരുമാനങ്ങൾ മാറ്റുകയോ അത്തരം ചില തീരുമാനങ്ങൾ അവരുടെ നിർബന്ധത്താൽ എടുക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. അത് നഷ്ടസാധ്യത നിങ്ങളിൽ വർദ്ധിപ്പിക്കാവുന്നതുമാണ്. അതിനാൽ ഈ സമയം മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അമിതമായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലെ വഴിത്തിരിവ് അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം പല കാര്യങ്ങളിലും പല ചിന്തകളും നിങ്ങളെ വല്ലാതെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു.
ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും താൽക്കാലികമായ പല കാര്യങ്ങളും വിഷമകരമായ സാഹചര്യങ്ങളും ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതൊരു തുടക്കം മാത്രമാണ്. ഐശ്വര്യം നിറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നോടിയായി മാത്രം സംഭവിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രയാസപ്പെട്ടിരിക്കുവാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾ നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതായ കാര്യങ്ങളാണ് എങ്കിലും അതെനിക്ക് തിരികെ പിടിക്കുവാൻ സാധിക്കും എന്നൊരു ബോധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ തിരികെ ജീവിതത്തിലേക്ക് വന്ന് ചേരേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് വിജയങ്ങൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ലക്ഷ്യമെന്തോ ആ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ തന്നെ വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ഒരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഉടനെ ആകുലപ്പെടാതെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിജയത്തിന്റെ വാതിൽ നിങ്ങൾക്ക് തുറക്കുവാൻ സാധിച്ചു എന്ന് വരാം. മാറ്റങ്ങൾ പ്രകടമായി തീരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ആരോഗ്യപരമായ ചില വിഷമതകൾ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമാണ് കടന്നു വരാൻ പോകുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യം ഓർക്കുക. കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഭാഗം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പരാശ്രയത്വം കൂടാതെ തന്നെ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കുക.